സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരും, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസീവ് യൂത്താൻസിയ കഴിഞ്ഞ ദിവസം 24 മാർച്ച് മാസം ഇന്ത്യയിൽ ആദ്യത്തെ പാസീവ് യൂത്താൻസിയ മരണം. കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയം മുതൽ തന്നെ പാസീവ് യൂത്താൻസിയയുടെ ഒരു എത്തിക്കൽ സൈഡിനെ കുറിച്ച് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പല തിരക്കുകൾ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുകയാണ്, കേരളത്തിലാണ്. എന്നാൽ ലിമിറ്റഡായിട്ടുള്ള നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ആ മരണം സംഭവിച്ചതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ആദ്യമായിട്ട് യൂത്താൻസിയ എന്താണെന്ന് പറഞ്ഞു തരാം. മെഡിക്കൽ സപ്പോർട്ടോടുകൂടെ ഒരാളെ, പ്രത്യേകിച്ചും ടെർമിനലി രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ മരിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് പാസീവ് യൂത്താൻസിയ അല്ലെങ്കിൽ യൂത്താൻസിയ എന്നൊക്കെ പറയുന്നത്. രണ്ടാണ്. യൂത്താൻസിയ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എയ്ഡ്, ഏതെങ്കിലും ഒരു മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ട് ഇയാളിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് കോമാ സ്റ്റേറ്റിൽ കഴിയുന്ന ആളുകൾ, വർഷങ്ങളായിട്ട് അതികഠിനമാകുന്ന വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയമായി മരണം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അനുവാദമാണ് യൂത്താൻസിയയിലുള്ളത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ യൂത്താൻസിയ എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ചുരുക്ക രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഈ പറഞ്ഞ മെഡിക്കൽ ഒരു അഡ്മിനിസ്ട്രേഷനോടുകൂടെ ഒരാളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന യൂത്താൻസിയയ്ക്ക് എതിരാണ്. അതിനെ ഒരു കൊലപാതകം, ഹോമിസൈഡായിട്ടാണ് ഇന്ത്യയുടെ ലീഗൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ചില കേസുകളിലൂടെ പാസീവ് യൂത്താൻസിയ ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരു കോമ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണ എന്ന് പറയുന്ന ഒരു യുപിക്കാരൻ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോടതി വിധിയിലൂടെ പാസീവ് യൂത്താൻസിയയ്ക്ക് വിധേയനായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിക്കുവാൻ ഇടയായി തീർന്നു. പാസീവ് യൂത്താൻസിയ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കലി ഏതെങ്കിലും ഒരു സഹായത്തോടു കൂടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയല്ല പാസീവ് യൂത്താൻസിയയിൽ ചെയ്യുന്നത്. മരുന്നുകൾ നിർത്തുക. യൂത്താൻസിയക്കകത്ത് ഏതെങ്കിലും മരുന്ന് കുത്തിവെച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയാണുള്ളതെങ്കിൽ പാസീവ് യൂത്താൻസിയക്കകത്ത് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്തുക. ഉദാഹരണം പറഞ്ഞാൽ, വെന്റിലേറ്റർ സൗകര്യത്തിലാണ് ഈ രോഗി ജീവിക്കുന്നതെങ്കിൽ വെന്റിലേറ്ററോ അതുപോലുള്ള ആ ഒരു മെഡിക്കൽ എയ്ഡ് നിർത്തൽ ചെയ്തിട്ട് ആ രോഗിയെ ശാന്തമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് പാസീവ് യൂത്താൻസിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഹരീഷ് റാണ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു അനുഭവമാണല്ലോ. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ? വെന്റിലേറ്റർ നിർത്തുകയാണ്, റിമൂവ് ചെയ്യുകയാണ്, രോഗി മരണത്തിലേക്ക് പോകുന്ന അറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? അങ്ങനെ ഒരു സംഭവമായിരിക്കാം നടന്നത് എന്നായിരിക്കാം പൊതുവിൽ നമ്മുടെ ഇടയിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് ഈ ഹരീഷ് റാണ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് കോടതി നിമിത്തം ലഭിച്ച ഈ ഒരു മരണം, അതിൻ്റെ പിന്നിലുള്ള കുറേ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ചില എത്തിക്കൽ, ധാർമ്മികമാകുന്ന ചില ചോദ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് മുൻപോട്ട് വെക്കണമെന്ന് തോന്നുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ കാണും. ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസൻ എന്ന നിലയിൽ ഈ വിഷയങ്ങൾ വേദപുസ്തകത്തിൻ്റെ ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എത്തിക്സിന് എങ്ങനെ നിരക്കുന്നതാണ് എന്നൊരു ചിന്ത കൂടിയാണ് ഈ യൂട്യൂബിൽ ഞാൻ പങ്കുവെക്കുന്നത്. ഹരീഷ് റാണ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വിദ്യാർത്ഥിയായിരുന്നു. താൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന 4ാം നിലയിൽ നിന്ന് വീണ് തലയ്ക്ക് മാരകമായി പരിക്കേറ്റ്
ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്തവണ്ണം കോമ സ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ 13 വർഷമായിട്ട് കോമ സ്റ്റേറ്റിൽ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ ഈ പാസീവ് യൂത്താൻസിയയുടെ സഹായത്തോടുകൂടെ മരണത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ എത്തിക്കൽ സൈഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ ഈ ഹരീഷ് റാണ ആ ഒരു വ്യക്തിയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിൻപിൽ നടന്ന മറ്റു ചില കേസുകളെക്കുറിച്ചൊക്കെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇന്ത്യയിൽ യൂത്താൻസിയ ഇല്ലീഗലാണ് നേരത്തെ മുതൽ തന്നെ. ഇപ്പോഴാണ് പാസീവ് യൂത്താൻസിയ അല്ലെങ്കിൽ മരുന്ന് നിർത്തൽ ചെയ്ത് മരിക്കാൻ അനുവദിക്കാം എന്ന ഒരു കോടതി വിധിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഗുണമാണ് ഈ ഹരീഷ് റാണയുടെ കുടുംബക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം നടന്നത് ബോംബെയിൽ KM ഹോസ്പിറ്റലിൽ 40-ൽ അധികം വർഷങ്ങൾ കോമ സ്റ്റേറ്റിൽ കിടന്ന അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ആ ഒരു നേഴ്സിൻ്റെ വിഷയത്തിലാണ്. അരുണ ഷാൻബാഗിൻ്റെ കഥ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് അരുണ ഷാൻബാഗിൻ്റെ കേസ്. കർണാടകക്കാരിയാകുന്ന ഒരു പെൺകുട്ടി, പ്രത്യേകിച്ചും ഗൗഡ സരസ്വതി ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി ബോംബെയിൽ വരുന്ന KM ഹോസ്പിറ്റലിൽ വന്ന് നേഴ്സായി മാറുന്നു. സാധാരണ ഈ ബ്രാഹ്മൺസ് ആ കാലഘട്ടത്തിലൊക്കെ 1960s നേഴ്സിംഗ് പഠനത്തിനൊന്നും പോകത്തില്ല, ഉയർന്ന വിദ്യാഭ്യാസം പോലും ചെയ്യത്തില്ല. അവിടെയാണ് അരുണ ഷാൻബാഗ് എന്ന പെൺകുട്ടി വ്യത്യസ്തതയായത്. ബോംബെയിൽ വന്നു, നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞു. KM ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ, 3 വർഷം അവിടെ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ, ഒരു ഈവനിങ് ഡ്യൂട്ടിക്ക് ശേഷം വസ്ത്രം മാറുവാൻ വേണ്ടി, യൂണിഫോം മാറുവാൻ വേണ്ടി KM ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻറ്റിൽ പോയി ആ റൂം ഉപയോഗിക്കുമ്പോൾ ആ പെൺകുട്ടി ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു തൂപ്പുകാരൻ, വാൽമീകി എന്നാണ് അയാളുടെ സർനെയിം, ഈ വാൽമീകിയാൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്. ഒരു റേപ്പ് വിക്ടിമാണ് ഈ അരുണ ഷാൻബാഗ്. അങ്ങനെ വൈകിട്ട് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. 12 മണിക്കൂറിന് ശേഷമാണ് ഈ ബേസ്മെൻറ്റിൽ നിന്ന് ഈ പെൺകുട്ടി ആളുകൾ കണ്ടെത്തുന്നത്. ആ സമയമായപ്പോഴേക്കും അവൾ ഏകദേശം അബോധാവസ്ഥയിലെത്തിയിരുന്നു. കഴുത്തിൽ പട്ടിയെ പൂട്ടുവാൻ ഉപയോഗിക്കുന്ന ഒരു തൊടൽ വെച്ച് മുറുക്കിയിരുന്നു. ഇത്രയൊക്കെയാണ് ഈ അരുണ ഷാൻബാഗിൻ്റെ കേസിൻ്റെ പ്രാഥമികമാകുന്ന കുറേ വിവരങ്ങൾ. ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമായി തീർന്ന ഒരു കേസാണ്. കാരണം അരുണ ഷാൻബാഗ് ഒരു നേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. നേഴ്സുമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഒത്തിരി ആശങ്കകൾ, ഒത്തിരി ചോദ്യങ്ങൾ ഈ ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു പക്ഷേ അല്ല, അങ്ങനെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ നേഴ്സസിൻ്റെ ഒരു സമരം നടന്നത്, ആദ്യമായിട്ട് നേഴ്സസിന് വേണ്ടി ഒരു സമരം നടന്നത് ഈ അരുണ ഷാൻബാഗിന് വേണ്ടിയാണ്. 1973-74 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. നേഴ്സസിന് വേണ്ടിയുള്ള ആദ്യത്തെ സമരം. അരുണ ഷാൻബാഗ് ആക്രമിക്കപ്പെട്ടപ്പോൾ, അത് വലിയ വിഷയമായപ്പോൾ, നേഴ്സുമാർക്ക് പ്രൊട്ടക്ഷൻ വേണം, അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ, സ്ഥാപനങ്ങളിൽ അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് വലിയ ഒരു സമരം നടന്നു. അരുണ ഷാൻബാഗിൻ്റെ കേസിൽ വാൽമീകി അറസ്റ്റ് ചെയ്യപ്പെട്ടു. വാൽമീകിക്ക് മറ്റൊരു വേർഷനാണ് പറയാനുണ്ടായിരുന്നത്. വാൽമീകി പറയുന്നത് ഈ അരുണ ഷാൻബാഗ് എപ്പോഴും ജാതി പേര് വിളിച്ച് വാൽമീകിയെ പരിഹസിക്കുമായിരുന്നു. മറ്റ് സ്റ്റാഫുമായിട്ട് ഇടപെടുന്നത് പോലെയല്ല ഈ പെൺകുട്ടി വാൽമീകിയോട് ഇടപെട്ടത്. അതിൻ്റെ ഒരു റിവഞ്ച്, പ്രത്യേകിച്ചും ആ സംഭവം ഉണ്ടാകുന്ന ദിവസം തന്നെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പകരം വീട്ടൽ എന്ന നിലയിൽ ഈ പെൺകുട്ടിയെ ആക്രമിച്ചതാണെന്ന് പറയുന്നു. ഈ റേപ്പ് സൈഡ് അയാൾ നിഷേധിച്ചു. അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നിഷേധിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പോലീസ് തെളിവുകൾ എടുക്കുമ്പോൾ സത്യത്തിൽ ഈ വാൽമീകി ചെയ്തത് ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമമാണ്. അതുകൊണ്ട് തന്നെ
ഈ ടെസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സ്, അതായത് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവോ എന്ന് തെളിവ് ശേഖരിക്കുമ്പോൾ ഇവൾ ഒരു പീഡനത്തിന് വിധേയായില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. കാരണം പ്രകൃതി വിരുദ്ധമാകുന്ന വിധത്തിലാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പിന്നീട് അരുണ ഷാൻബാഗിനെ കുറിച്ച് വന്ന പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റേപ്പ് എന്നുള്ളൊരു ഭാഗം പരിഗണിക്കാതെ ഒരു കൊലപാതക ശ്രമം, അതുപോലെ തന്നെ മോഷണം, കാരണം ഈ പെണ്ണിൻ്റെ വാച്ചും കമ്മലും ഒക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു, അത് മാത്രം ഉൾപ്പെടുത്തി വാത്മീകിയെ 7 വർഷം തടവിന് ശിക്ഷിച്ചു. 7 വർഷത്തിന് ശേഷം, 7 വർഷം പൂർണ്ണമായി കടന്നില്ല, 6 വർഷത്തിന് ശേഷം വാത്മീകി ജയിലിൽ നിന്ന് ഇറങ്ങി ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു. പക്ഷേ അരുണ ഷാൻബാഗിൻ്റെ കഥ അതുകൊണ്ട് തീർന്നില്ല. 42 വർഷം KM ഹോസ്പിറ്റലിൽ ഒരു ജീവശവമായി ഈ അരുണ ഷാൻബാഗ് കിടക്കുകയാണ്. ആദ്യത്തെ നേഴ്സസിന് വേണ്ടിയുള്ള സമരം അരുണ ഷാൻബാഗ് നിമിത്തം. അരുണ ഷാൻബാഗിൻ്റെ ജീവചരിത്രം എഴുതിയ ശേഷമായി എഴുതിയ എഴുത്തുകാരി കോടതിയിൽ പിന്നെയും കേസ് കൊടുത്തു. അരുണ ഷാൻബാഗിന് ദയാവധം അല്ലെങ്കിൽ യൂത്താൻസിയ കൊടുക്കണം. പാസീവ് യൂത്താൻസിയയ്ക്ക് വേണ്ടി അരുണ ഷാൻബാഗിൻ്റെ പേരിൽ കൊടുത്ത ആദ്യത്തെ കേസ് അരുണ ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ അരുണ ഷാൻബാഗിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി ഈ എഴുത്തുകാരി കൊടുത്ത കേസ്. ആ കേസിൻ്റെ വിധി പ്രസ്താവനയാണ് സത്യത്തിൽ ഇന്ന് ഈ ഹരീഷ് റാണ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ദയാവധത്തിന്, പാസീവ് ദയാവധത്തിന് അനുകൂലമായി തീർന്നത്. ഈ അരുണ ഷാൻബാഗിൻ്റെ കേസ് നടക്കുമ്പോൾ കോടതി വിധിച്ചു അരുണ ഷാൻബാഗിന് പാസീവ് യൂത്താൻസി കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവളുടെ കുടുംബാംഗങ്ങളോ റിലേറ്റീവ്സോ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും അതിന് കോടതിയെ സമീപിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി. കുടുംബാംഗങ്ങളൊന്നും ആ കാര്യത്തിൽ അടുക്കുന്നില്ല. പിന്നെ ഇവൾക്കുണ്ടായിരുന്ന അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഇവൾ അതേ ഹോസ്പിറ്റലിലെ KM ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ഒരു ദേശായി, ഡോക്ടർ ദേശായി. ആ ഡോക്ടർ ദേശായിയാണ് പിന്നെ ഇവൾക്കുള്ള ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. ഡോക്ടർ ദേശായിയുടെ കഥ പറയുകയാണെങ്കിൽ ഈ വിവാഹമൊക്കെ തീരുമാനിച്ച ശേഷം ഈ പെൺകുട്ടി കർണാടകയിലുള്ള അവളുടെ പേരൻസിനെ ബന്ധപ്പെട്ടു, ഇങ്ങനെ ഒരു ദേശായി വിവാഹം കഴിക്കണം. അവിടെയും ജാതി പ്രശ്നമായിട്ടുണ്ട്. കാരണം ഈ ഗൗഡ സരസ്വത ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരു ദേശായിയെ കല്യാണം കഴിക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരെ എതിർത്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാൽമീകിയുടെ ആരോപണം ഈ പെൺകുട്ടി ജാതി വിളിച്ചെന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടി തന്നെ അവളുടെ കാസ്റ്റിൽ നിന്ന് താഴ്ന്നതെന്ന് അവളുടെ കുടുംബക്കാർ ചിന്തിക്കുന്ന ഒരു ദേശായി വിവാഹം കഴിക്കാനൊക്കെ തയ്യാറായിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ജാതി ആംഗിൾ എത്രമാത്രം ഇതിനകത്ത് വാലിഡ് ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഈ ദേശായി ഈ പെൺകുട്ടിക്ക് അപകടമുണ്ടായ ശേഷം ഒരു 3 വർഷത്തോളം സ്ഥിരമായി അവളുടെ അടുക്കൽ വരികയും അവളെ കാണുകയും, ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്, റെസ്പോണ്ടൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ദേശായി കഴിഞ്ഞിരുന്നെങ്കിലും 1977 അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് വേറെ കുടുംബവും ഒക്കെയായി. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ റിലേറ്റീവ്സോ അടുത്ത സുഹൃത്തുക്കളോ ആരും ഒന്ന് ഒപ്പിട്ട് കൊടുക്കാനില്ല ഇവൾക്ക് പാസീവ് യൂത്താൻസിയെ കൊടുക്കാൻ. അപ്പോൾ കോടതി നിർദ്ദേശിച്ചു KM ഹോസ്പിറ്റലിലെ നേഴ്സുമാർ, അവരാണ് ഇവളെ എന്നും പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നേഴ്സുമാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തയ്യാറായാൽ ഈ അരുണ ഷാൻബാഗിന് യൂത്താൻസിയ, പാസീവ് യൂത്താൻസിയ കൊടുക്കാം. അവൾക്ക് കൊടുക്കുന്ന മറ്റൊന്നുമല്ല, അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അത് നിർത്തൽ ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിൻസ് നിർത്തൽ ചെയ്യാം. പക്ഷെ അവിടെ ഈ KM ഹോസ്പിറ്റലിലെ നേഴ്സസ് ഒരു ഭയങ്കര വിപ്ലവകരമായ തീരുമാനമെടുത്തു. പണ്ട് അരുണ ഷാൻബാഗിന് വേണ്ടിയാണ് ആദ്യത്തെ നഴ്സിംഗ് സമരം നടന്നതെങ്കിൽ ഇന്ന് ഈ കോടതി വിധിയുടെ മുമ്പിൽ KMലെ നേഴ്സസ് പറഞ്ഞു ഞങ്ങൾ അവളെ മരിക്കാൻ അനുവദിക്കത്തില്ല. അവൾ ജീവച്ഛവമായി കിടക്കുകയാണ്. വീട്ടുകാരാണെങ്കിൽ അവളുടെ അടുക്കൽ വരുന്നത് നാളുകൾക്ക് മുമ്പേ നിർത്തിക്കളഞ്ഞു. ആരും അവളുടെ അടുക്കൽ ഇപ്പോൾ വിസിറ്റിങ്ങിന് വരാറില്ല. വീട്ടുകാർ പറയുന്ന ന്യായം, ആരെങ്കിലും വീട്ടുകാർ ഇവളെ കാണാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഗവൺമെൻറ്റും പിന്നെ അതിൻ്റെ ആളുകളും, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, അവർ പിന്നെ നിർബന്ധിക്കും ഇവളെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ഈ ജീവശവമാകുന്ന പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ട് എങ്ങനെയാണ് അവർക്ക് സംരക്ഷിക്കുവാൻ കഴിയുന്നത്? 1950 1-2 പ്രാവശ്യം ഈ മുംബൈ മുനിസിപ്പാലിറ്റി, അന്നത്തെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആളുകൾ
ഈ പെൺകുട്ടിയെ ബലമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറക്കാനൊക്കെ ശ്രമിച്ചു. അതായത് ഒരു കട്ടിൽ ഇവൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയല്ലേ ഒരു 6-7 വർഷമായിട്ട്. പക്ഷെ അന്നും KM ഹോസ്പിറ്റലിലെ നേഴ്സുമാർ സമരം ചെയ്തു. അതായത് അരുണ ഷാൻബാഗിന് വേണ്ടി KM ഹോസ്പിറ്റലിലെ നേഴ്സുമാർ സമരം ചെയ്തു. അങ്ങനെ മുനിസിപ്പൽ കോർപ്പറേഷന് അതിനകത്തെ ഈ പറഞ്ഞ ബാബൂസ് നേതാക്കന്മാർക്ക് ബ്യൂറോക്രാറ്റ്സിന് പിന്നിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഈ അരുണ ഷാൻബാഗിൻ്റെ ചരിത്രം. എന്താണെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയുടെ മുമ്പിലും ഈ നേഴ്സസ് പകച്ചു നിന്നില്ല. അവർ പറഞ്ഞു അവളെ ഞങ്ങൾ പരിപാലിക്കും. അങ്ങനെ സുപ്രീം കോടതി പാസീവ് യൂത്താൻസിയയ്ക്ക് അനുവാദം കൊടുത്തെങ്കിലും ഇവിടെ ആ ഒരു എഴുത്തുകാരി ഉണ്ട് കേട്ടോ. ആ എഴുത്തുകാരി പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തരാം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളെ ഞങ്ങളൊരു സുഹൃത്തായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം നിങ്ങളൊരു പത്രപ്രവർത്തക, ഒരു സാമൂഹിക പ്രവർത്തക ഈ വിഷയത്തിൽ ഇടപെട്ടു. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റീസിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ അരുണ ഷാൻബാഗിൻ്റെ ഒരു സുഹൃത്തായി കണ്ട് നിങ്ങളുടെ ഒപ്പ് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നേഴ്സസ് ഒപ്പിടട്ടെ. നേഴ്സസ് ഒപ്പിട്ടില്ല. KM ഹോസ്പിറ്റലിലെ ഒരു നേഴ്സും അരുണ ഷാൻബാഗിന് മരണം വിധിച്ചുകൊണ്ട് ഒപ്പിട്ടില്ല. അങ്ങനെ ഒപ്പിട്ടിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാസീവ് യൂത്താൻസിയ അരുണ ഷാൻബാഗ് ആകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. എന്താണെങ്കിലും 42 വർഷം കോമയിൽ കിടന്ന അരുണ ഷാൻബാഗ് പിന്നീട് ഒരു ന്യൂമോണിയ ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു മരണത്തെ സ്വീകരിക്കാൻ ഇടയായി തുടങ്ങുന്നു. എന്തായാലും അരുണ ഷാൻബാഗിന് അങ്ങനെ പാസീവ് യൂത്താൻസിയെ കിട്ടിയില്ലെങ്കിലും അതേ വിധി വന്ന ശേഷം ഈ ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ പിന്നെയും കോർട്ടിനെ സമീപിക്കുകയാണ്. ആദ്യം ഒരിക്കൽ കോടതി നിഷേധിക്കാനുള്ള കാരണം ഇനിയും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ പാസീവ് യൂത്താൻസിയ പലപ്പോഴും നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്ന മെഡിസിൻ നിർത്തുക, അല്ലെങ്കിൽ ഈ വെന്റിലേറ്റർ പോലെയുള്ള ഓക്സിജൻ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിർത്തുക. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ ആള് മരിക്കുന്നു. ഇതാണ് പാസീവ് യൂത്താൻസിയെക്കുറിച്ച് നമ്മുടെ ഒരു സങ്കല്പം. പക്ഷെ ഹരീഷ് റാണയുടെ കേസ് അങ്ങനെയല്ല. കാരണം ആദ്യം ഈ മാതാപിതാക്കൾ കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയുടെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ജീവിക്കുന്നത് മെഡിസിൻസ് കൊണ്ടല്ല. അങ്ങനെയാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതായത് വെന്റിലേറ്ററിലല്ല, സ്വയമായിട്ട് ശ്വസിക്കുന്നു, സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിക്ക് വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെ ശ്വസിക്കാനൊക്കെ കഴിയുന്നു. ഫുഡ് കൊടുക്കുക മാത്രമാണ് ഈ കുടുംബക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു പാസീവ് യൂത്താൻസിയയുടെ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് കോടതി ആദ്യം ഈ കേസ് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഹരീഷ് റാണയുടെ കുടുംബക്കാരുടെ വിഷയങ്ങളും കൂടെ പറയണം. കാരണം ഈ കുട്ടി 13 വർഷം ഇങ്ങനെ ജീവശവമായിട്ട് കോമാ സ്റ്റേറ്റിൽ വീട്ടിൽ കിടക്കുമ്പോൾ അവർക്ക് വലിയ പണച്ചെലവാണ് ഈ മകൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. വീട് വരെ വിറ്റെന്ന പറയുന്നത്. അവസാനം ഗവൺമെൻറ് പറഞ്ഞു ഗവൺമെൻറ് ചെലവ് ഏറ്റെടുത്തുകൊള്ളാമെന്നൊക്കെ കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അതായത് ആദ്യത്തെ കേസ് തള്ളുമ്പോൾ കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം ഗവൺമെൻറ് കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞിടയ്ക്ക് പിന്നെയും അവർ കേസുമായിട്ട് വരുന്നത്. ഈ പുതിയ ഒരു കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തു. സുപ്രീം കോടതി റീഡിഫൈൻ ചെയ്തു. പാസീവ് യൂത്താൻസിയ എന്താണെന്നുള്ളത് റീഡിഫൈൻ ചെയ്തു. അതായത് ഇത്രയും നാളും പറഞ്ഞിരുന്നത് ഫുഡ് കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ഒരു ബേസിക് നീഡ് ഒരു വ്യക്തിക്ക് ഫുഡ് കൊടുക്കുന്നു. ആ ഫുഡ് കൊടുക്കുക എന്നുള്ളത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് പാസീവ് യൂത്താൻസിയ എന്ന ഗണത്തിൽ ഈ കുട്ടിയെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ആദ്യം കോടതി പറഞ്ഞെങ്കിൽ ഇപ്രാവശ്യം കോടതി പറഞ്ഞു ഈ ഫുഡ് കൊടുക്കുന്നത് ട്യൂബ് വഴിയാണ്, അല്ലാതെ നേരിട്ട് വായിൽ കൂടെ ഫീഡ് ചെയ്യുകയല്ലോ. അതുകൊണ്ട് ട്യൂബ് വഴി ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് അതിനെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പരിഗണിക്കാം എന്ന ഒരു അനുവാദം കൊടുത്തുകൊണ്ട് കോടതി വിധി പുറപ്പെടുവിച്ചു. ഈ കുട്ടിക്ക് ട്യൂബുകളിൽ കൂടെ കൊടുക്കുന്ന ഫുഡ് നിർത്താനുള്ള അനുവാദം, ആ ട്യൂബുകൾ റിമൂവ് ചെയ്യാനുള്ള അനുവാദം. അങ്ങനെ കഴിഞ്ഞ മാർച്ച് മാസം 14-ാം തീയതി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവന്നു. ഇവൻ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ പടിപടിയായിട്ട് അവൻ്റെ ഫുഡ്, അവൻ്റെ ട്യൂബൊക്കെ റിമൂവ് ചെയ്തു. ഡോക്ടേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തത് ഇവന് 2-3 ആഴ്ച ഫുഡൊന്നും ഇല്ലെങ്കിലും അവനിൽ ജീവൻ കാണുമെന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ സ്വയമായിട്ട് ശ്വസിക്കുന്നവനാണ്, അല്ലാതെ വെന്റിലേറ്റർ സഹായത്തോടൊന്നും ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. പിന്നെ ഈ പറഞ്ഞല്ലോ മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്ത് അവൻ്റെ ജീവൻ നിലനിർത്തുന്നതല്ല, ഫുഡ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഫുഡ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ സ്വാഭാവികമായിട്ടും
മരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 2-3 ആഴ്ചയെങ്കിലും എടുക്കും ഫുഡില്ലാതെ ഈ കുട്ടി മരിക്കും. ആ സമയത്തേക്ക് വേണ്ട ഇവനെ ബോധം കെടുത്തി വേദന അറിയാതെ ഉറക്കേണ്ടതിനുള്ള സംവിധാനമൊക്കെ മെഡിക്കലി അവർ ഒരു നല്ല ഡിഗ്നിറ്റിയോട് മരിക്കേണ്ടതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ, മരണാസന്നമാകുന്ന ഒരു രോഗിക്ക് കിട്ടേണ്ട കെയറൊക്കെ കൊടുത്തു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. എന്നാലും ഡോക്ടർമാർ പ്രതീക്ഷിച്ച അത്രയും പോയില്ല. കഴിഞ്ഞ ദിവസം 10 ദിവസത്തിന് ശേഷം ഇവൻ്റെ ഈ ഒരു പാസീവ് യൂത്താൻസിയയുടെ പ്രോസസ്സ് ആരംഭിച്ച് 10 ദിവസത്തിന് ഉള്ളിൽ തന്നെ 24-ാം തീയതി, മാർച്ച് മാസം 24-ാം തീയതി ആ കുട്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ പാസീവ് യൂത്താൻസിയ മരണം. ഇവിടെ ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് എത്തിക്കൽ സൈഡിനെ കുറിച്ചുള്ള എൻ്റെ ചോദ്യം ഞാൻ മുമ്പിലേക്ക് വെക്കുകയാണ്. നല്ല കാര്യം എന്താണ്? നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞു മോള് അപകടത്തിൽ മരിച്ച മകളുടെ അവയവങ്ങൾ ദാനം ചെയ്തതിനെ കുറിച്ച് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു. ഇവിടെ ഈ ഹരീഷ് റാണയുടെയും അവയവങ്ങളിൽ ചിലത് ദാനം ചെയ്തിരിക്കുന്നു. അവൻ്റെ കണ്ണിൻ്റെ കോർണിയ, നല്ല കാഴ്ചശക്തി അവന് ഇപ്പോഴുമുണ്ട്. ആ കോർണിയ, അതുപോലെ തന്നെ അവൻ്റെ 2 കിഡ്നീസ്, ഇതൊക്കെ അവയവദാനം ചെയ്യുവാൻ അവൻ്റെ പേരൻസ് തയ്യാറായിരിക്കുന്നു. അത് ഈ കഥയിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗം. പക്ഷേ ഇനി അതിനപ്പുറമായിട്ട് ദയാവധം, പ്രത്യേകിച്ചും പാസീവ് യൂത്താൻസിയ ഹരീഷ് റാണയുടെ കാര്യത്തിൽ നടന്നത്, അത് എത്തിക്കലി ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന ചോദ്യം. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി നാളുകളായി വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ തീരുമാനിക്കുന്നു, രോഗി മരിക്കുന്നു. അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ആ വെന്റിലേറ്റർ സഹായം കൊണ്ട് ആ രോഗി ഇനി ജീവിക്കത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. ആ വെന്റിലേറ്റർ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമുണ്ടാകുന്നു. പക്ഷേ ഹരീഷ് റാണയുടെ അവസ്ഥ അങ്ങനെയല്ല. സ്വയമായി ശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നിർത്തൽ ചെയ്ത് അത് ട്യൂബിൽ കൂടി കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത് മെഡിക്കൽ ഒരു എയ്ഡാണെന്നുള്ള വ്യാഖ്യാനത്തിലൂടെ ആ ഒരു വിഷയത്തെ റീഡിഫൈൻ ചെയ്തിട്ട് ആ ഫുഡ് നിർത്തൽ ചെയ്ത് ആ കുട്ടി മരണത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തോ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു പോറൽ, ഒരു കരട്, ഒരു ദുഃഖം ഇടുന്നു. ആസാദിയുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഫുഡ് നിഷേധിച്ച് ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്നത് പാസീവ് യൂത്താൻസിയ എന്ന പേരിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ എന്ന ഒരു ചോദ്യം ഞാൻ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടാകാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ബൈബിളിൽ യൂത്താൻസിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബൈബിളിൽ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല കേട്ടോ. പക്ഷെ പരോക്ഷമായൊരു സംഭവമുണ്ട്. ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്താണെന്നറിയാമോ? ശൗൽ രാജാവ് ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് അവന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ശത്രു തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം തൻ്റെ വാളിൽ വീണ് മരിക്കാൻ തയ്യാറായ ശൗല്, നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഒരു അമാല്യക്കൻ ഈ ശൗൽ രാജാവ് ഒരു വാളിൽ വീണ് അർദ്ധപ്രാണനായി കിടക്കുന്നത് കണ്ടു. ശൗൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ശത്രു എന്നെ കൊല്ലാതിരിക്കേണ്ടതിന് നിന്റെ കൈകൊണ്ട് എന്നെ കൊല്ലുക. ദയാവധത്തിനുള്ള ഒരു യാചനയാണ്. അങ്ങനെ അമാല്യക്കൻ ശൗലിനെ കൊന്നുവെന്നും ശൗലിൻ്റെ കിരീടവും മറ്റും എടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്കൽ വന്നു എന്നൊക്കെയുള്ള കഥ. അമാല്യക്കന് ഒരു സമ്മാനം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണ് ദാവീദിന്റെ അടുക്കൽ വന്നത്. ദാവീദിന്റെ ശത്രുവിനെ നിഗ്രഹിച്ചു എന്ന വാർത്തയും കൊണ്ട് വന്നത്. പക്ഷേ സമ്മാനമല്ല കിട്ടിയത്, അമാല്യക്കന് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പണിഷ്മെൻ്റാണ് കിട്ടിയത്. അപ്പോൾ വേദപുസ്തകത്തിലെ യൂത്താൻസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒറ്റ സംഭവം അതാണ്. ശൗൽ ദയാവധത്തിന് വേണ്ടി യാചിക്കുമ്പോൾ അമാല്യക്കൻ ശൗലിനെ മരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശൗലിനെ ഈ അമാല്യക്കൻ ആത്മഹത്യയല്ല, മരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. യൂത്താൻസിയ എന്ന കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. പക്ഷേ അതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് കിട്ടിയത് ഒരു വലിയ കഠിനമാകുന്ന ശിക്ഷയാണ്. ജീവൻ എടുക്കാൻ
ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. പ്രത്യേകിച്ചും മരണാസന്നമായി കിടക്കുന്ന ഒരു രോഗിക്ക് ഭക്ഷണം നിഷേധിച്ചുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത്, അത് എൻ്റെ എത്തിക്കൽ വിചാരത്തിന് വിരുദ്ധമാണ്. ഞാൻ മനസ്സിലാക്കിയ ക്രിസ്ത്യൻ എത്തിക്സിന് വിരുദ്ധമാണ്. ആരെങ്കിലും പ്രായമുള്ള ഒരാൾ മരിക്കാൻ വേണ്ടി എത്ര നാളുകൾ കിടന്നാലും ആ ഒരു സ്പൂണിൽ അല്പം വെള്ളം നാവ് നനച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ, ഒരു തുണിയിൽ വെള്ളത്തിൽ മുക്കി നാവ് നനയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ഡിഗ്നിറ്റിയോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ നാവുണങ്ങാതെ ഈ പറയുന്ന വാത്സല്യമുള്ളവരുടെ, സ്നേഹമുള്ളവരുടെ, അവരുടെ കയ്യിൽ നിന്ന് ഒരിറ്റ് വെള്ളം ഒക്കെ ഒന്ന് സ്വീകരിച്ച് മരിക്കുക എന്നുള്ളതാണ് ഡിഗ്നിറ്റിയോടുകൂടിയുള്ള മരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ചോദ്യമുണ്ടാകാം. കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ്, എന്ത് പറഞ്ഞതാണ്? ഈ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം. മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ഈ ടാക്സ് പേയേഴ്സിൻ്റെ പണം കണ്ടമാനം ദൂർത്തടിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി ടാക്സ് പേയേഴ്സിൻ്റെ പണം ഉപയോഗിച്ചാൽ അതൊരു നല്ല കാര്യമാണെന്ന് ഒരു അഭിപ്രായ പ്രകടനം അങ്ങ് നടത്തുകയാണ്. എൻ്റെ ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കമൻ്റാണിത്. ഒരുപക്ഷെ മോഡേൺ സെക്കുലർ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഈ കമൻറ്റിന് കമൻറ്റുകൾ ഉണ്ടാകാം. കമൻറ്റുകൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനുപയോഗിക്കുന്ന ഭാഷ സംവാദത്തിൻ്റെതാകണം, സ്നേഹത്തിൻ്റെതാകണം, അല്ലാതെ പൊട്ടിത്തെറിയുടേതാകരുത് എന്ന ഒരു അപേക്ഷ മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ